ഹായ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പീനട്ട് കൊണ്ട് ഒരു ചട്നിയാണ്. അപ്പൊ ഇത് വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പൊ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പീനട്ട് ചട്നി വീട്ടിൽ വേഗത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറക്കാത്ത 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയതായത് കാരണം ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് ഒരു ചെറിയ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ 2 സ്പൂൺ എണ്ണയും വേണം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചട്നി ആക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പാൻ ചൂടായപ്പോൾ ഞാൻ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഏത് ഓയിലിൽ വേണമെങ്കിലും ഈ ചട്നി തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഓയില് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇനി ഈ ഉള്ളിയുടെയൊക്കെ കളർ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പൊ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കപ്പലണ്ടി ആണെങ്കിലും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പൊ ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കൂട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരുന്ന നാരങ്ങയുടെ നീരുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പൊ നമുക്കിനി ഇത് അരച്ചെടുക്കണം. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1-2 സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അരച്ചു കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ എനിക്ക് എത്ര സ്പൂൺ വെള്ളം വേണം എന്നുള്ളത്. അപ്പൊ ഞാൻ അരച്ചിട്ട് വരാം. ഒന്ന് കറക്കി എടുത്തപ്പോൾ എനിക്ക് ഇതുപോലെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1 സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആകുന്ന രീതിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്തു. അപ്പൊ ടോട്ടല് 2 സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തത്. 2 സ്പൂൺ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ ഈസി ആയിട്ടുള്ള നമ്മുടെ പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.